ഡിസ്നിലാൻഡ് പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല. പക്ഷേ ഡിസ്നിലാൻഡിന്റെ ഒരു കൊച്ചു വേർഷൻ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. ഡിസ്നിലാൻഡുമായിട്ട് ലോകത്തുള്ള വേറെ ഏത് തീം പാർക്കിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന സത്യം ഞാൻ എടുത്തു പറയണ്ടല്ലോ. എങ്കിലും കൊടുക്കുന്ന പൈസയ്ക്ക് ഏറെക്കുറെ ഒരു ഡിസ്നിലാൻഡ് ഫീൽ തരുന്ന നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാമിലെ ഫുക്കോ ഐലൻഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുക്കോയിലെ ഐലൻഡ് ടൂറും കടലിന് കുറുകെ പണിത ലോകത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ കാറുമാണ് പോയത്. ഇനി ഞാൻ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ തീം പാർക്കായ വിൻ വണ്ടേഴ്സും ഫുക്കോ ഐലൻഡിലെ ട്രെൻഡിങ് ലൊക്കേഷനായ ഗ്രാൻഡ് വേൾഡും കാണിച്ചു തരാം. ഇന്ന് നമ്മൾ പോകുന്നത് വിൻ വണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്, അതായത് വിയറ്റ്നാമിൻ്റെ ഡിസ്നിലാൻഡ് എന്നാണ് പറയുന്നത്. വിയറ്റ്നാമിൻ്റെ എന്നല്ല, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പാവങ്ങളുടെ ഡിസ്നിലാൻഡ് അങ്ങനെ പറയാം. ഒരു വലിയൊരു പാർക്കാണ്, കാണേണ്ട ഒരു സ്ഥലമാണ്. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ പിക്കപ്പിന് ആൾ വരും, ഡ്രൈവർ. നമ്മൾ ഹോട്ടലിന് മുന്നിൽ നിന്നാൽ മതി. ഇത് കണ്ട, നമുക്ക് ലക്സി പാർക്ക് ഹോട്ടലിൽ സ്കൂട്ടർ റെൻറ്റും കിട്ടും. അപ്പോൾ സ്കൂട്ടർ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ നല്ല ലാഭമാണ്. 500 രൂപ ദിവസം റെൻ്റ് ഉള്ളൂ. അതെ, നമ്മുടെ പിക്കപ്പിനുള്ള വണ്ടി വന്നിട്ട് പോയി കയറട്ടെ കേട്ടോ. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്, ഒരു അരമണിക്കൂർ. വിൻ വണ്ടറിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കോംബോ ടിക്കറ്റാണ് സഫാരി. അതായത് നമ്മൾ ഈ മൃഗങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പോയില്ലേ, ആ സംഭവം. അപ്പോൾ നമ്മൾ ആദ്യം സഫാരിക്ക് പോയിട്ട് അവിടെ നിന്നാണ് വിൻ വണ്ടറിലേക്ക് പോകാൻ പോണത്. ഈ ടിക്കറ്റിൽ രണ്ടും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ബുക്ക് ചെയ്തതിലുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. ഇപ്പം 8:45 9 മണിക്കാണ് ഇത് തുറക്കുക. അപ്പോൾ കറക്റ്റ് 9 മണിക്ക് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇവിടേക്ക് എത്താൻ നോക്കുക. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. ഇവിടെ ആൾക്കാർ വരി നിൽക്കുന്നുണ്ട്, അധികം തിരക്കൊന്നുമില്ല. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു QR കോഡ് കിട്ടും, വൗച്ചർ. അപ്പോൾ നമ്മൾ അത് ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി, നേരെ അങ്ങോട്ട് കയറ്റി വിടും. ഓക്കെ, നമ്മൾ ഉള്ളിൽ കടന്നു. ഇനിയിപ്പോൾ എന്താണോ കഥ നോക്കട്ടെ. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. ഈ ബോർഡിൽ നമ്മൾക്ക് പോവാനുള്ള റൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിലെ റൂട്ട് നോക്കി നടന്നാൽ മതി. ഈ ഫ്ലെമിംഗോ പാർക്കിൽ നിന്നാണ് തുടക്കം. ഈ കയറി വരുമ്പോൾ തന്നെ കാണാം ഫ്ലെമിംഗോ പാർക്കിന്റെ ബോർഡ്. ഇത് അതെ, ഫ്ലെമിംഗോസ് ഇവിടെ ഉണ്ട്. അത് ഫ്ലെമിംഗോസ് അല്ല, ഫ്ലെമിംഗോസ് ഇവിടെ താഴെ, അതാ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? അമ്മ പൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലെമിംഗോസിന് ഇത്ര അടുത്ത് കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് കയറി വന്ന ഇവിടെ ട്രാമിന്റെ സ്റ്റോപ്പ് കാണാം. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രാമിന്റെ ടിക്കറ്റ് എടുക്കാം. അതായത് നമ്മളെ ഈ സൂവിനകത്ത് കൂടെ ഈ ട്രാവൽ കൊണ്ടുപോകും. ഒരാൾക്ക് 300 രൂപയാണ്. അപ്പോൾ നടക്കാൻ വയ്യാത്തവരും സമയം ലാഭിക്കേണ്ടവരും വേണമെങ്കിൽ ഇതെടുക്കാം. ഞാൻ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ട്രാം എടുക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിൻ വണ്ടേഴ്സിലേക്ക് പോകണല്ലോ. ഈ ട്രാം പറഞ്ഞത് ഈ സൂവിന്റെ അകത്തു കൂടിയാണ്. ഈ സഫാരി നടക്കുന്നത് വേറൊരു ഏരിയയിലാണ്. അതായത് സഫാരിക്ക് വേണ്ടി ഒരു വലിയ ഏരിയയിൽ മൃഗങ്ങളെ വളർത്തിയിട്ട് അതിനിടയിൽ കൂടെ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും. അതാണ് സഫാരി. ആ സഫാരി ബസ് നമുക്ക് ഫ്രീയാ. അപ്പൊ ഈ ട്രാമിൽ കയറിയിട്ട് നമ്മൾ സഫാരി ബസ് തുടങ്ങുന്നിടത്തേക്ക് പോകണം. അതാണ് ആദ്യത്തെ സ്റ്റോപ്പ്. എന്നിട്ട് സഫാരി കണ്ടിട്ട് തിരിച്ച് ട്രാമിൽ വന്ന് കയറിയിട്ട് നമുക്ക് സൂ കാണാം. ട്രാം എടുക്കാത്തവര് നേരെ നടന്ന് മറ്റേ ബസ്സിന്റെ സ്റ്റോപ്പിലേക്ക് പോവുക. എന്നിട്ട് ബസ്സിൽ കയറി സഫാരി കഴിഞ്ഞിട്ട് തിരിച്ച് അവളെ ബസ്സിൽ ഇറക്കും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നടന്ന് സൂ കാണാം. ബസ്സിൽ കയറാൻ നമ്മൾ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, അത് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേ ട്രാം കുറച്ചു നേരം ഓടി ഇതേ ഇപ്പോ സഫാരി ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സഫാരിയുടെ ഏരിയ തുടങ്ങുന്നത്. അതായത് മൃഗങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടി പോകും. ഇവിടെ സൂവിന്റെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൃഗങ്ങളെ കൂട്ടിലും മറ്റേ കിടങ്ങിന്റെ ഉള്ളിലൊക്കെ ഇട്ടേക്കുന്നതാണ്. സഫാരി മൃഗങ്ങളെ അഴിച്ചു വിട്ടുണ്ടാവും, നമ്മൾ അതിനുള്ളിൽ കൂടെ ബസ്സിൽ പോകും. ഇവിടത്തെ മൃഗശാലയിൽ പറഞ്ഞ ബസ് കണ്ട, നമ്മുടെ അവിടെ ഇതൊക്കെ ടൂറിസ്റ്റ് ബസ്സാ. ഏതാ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. താങ്ക് യു. അപ്പോൾ ബസ്സിൽ വന്ന് കയറിക്കോളാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ സഫാരി ബസ്സിൽ കയറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബസ് ഫുള്ളായാലും ഇവർ പോളത് ഫ്രീ സർവീസാണ്. ബസ് എടുത്തു. ഇതിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. മറ്റേ മൃഗങ്ങളെ വളർത്തുന്ന കാട് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അതിനുള്ളിൽ കൂടെ ബസ് ഇങ്ങനെ പോകും. നമുക്ക് ചുറ്റിലും മൃഗങ്ങളെ കാണാം. ഒരു ഗൈഡ് എന്ന് പറയാനില്ല, ഇത് ഓഡിയോ അവിടെ റെക്കോർഡഡ് ആണ്. അതിങ്ങനെ അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഏത് മൃഗമുള്ള ഏരിയയുടെ ഇടയിൽ കൂടെയാണ് പോണേ ആ മൃഗത്തെ പറ്റി പറയും. അപ്പൊ നമുക്ക് അപ്പുറത്ത് നോക്കിയിട്ട് മൃഗങ്ങളെ കാണാം. ഞാൻ വണ്ടിയുടെ വലത് ഭാഗത്തിരുന്നുണ്ട്, എല്ലാം വരുന്നത് ഇടത് ഭാഗത്താ. ഇത് അവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് ഇതേ വലത് ഭാഗത്തും ഉണ്ട് ഒരെണ്ണം. ഒരെണ്ണല്ല, രണ്ടെണ്ണം. റൈനോസ്. Khi mới sinh TZ con có thể nặng từ bê, sữa, đá, đường, cacao. ഒരു കുട്ടി സീബ്ര ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ട്.
Tuxi, như tên gọi đây là một giống mèo có nguồn gốc từ châu Phi. Chúng gắn liền với đời sống sinh hoạt của một số bộ tộc Mondari ở Nam Sudan. Our final stop introduces the Ankole Watusi cattle. Ăn tại khu vực này. ഇവിടെ നമുക്ക് ജിറാഫിന് തീറ്റ On your കൊടുക്കാം, right, പക്ഷെ അതിന് എക്സ്ട്രാ you'll പൈസ find the കൊടുക്കണം. giraffe restaurant where you can enjoy a meal, unwind, and interact with the giraffes. അപ്പോൾ നമ്മൾ സഫാരി കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ ഈ കണ്ടത് തന്നെയല്ലോ. ഇനി നമുക്ക് ട്രാം ഇവിടെ ഒന്നും കാണാനില്ല. ട്രാം വിളിച്ചിട്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോവാം. ഓ ദേ ഇത് കണ്ട, ഇതാണ് നമ്മൾ സഫാരിയുടെ ഇടയിൽ കണ്ടില്ല ജിറാഫിന് തീറ്റ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്, അങ്ങോട്ടുള്ള വഴി. താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. ഇതുപോലെ സൂട്രാം സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കാണാം. അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കയറി അടുത്ത സ്ഥലത്തേക്ക് വിടട്ടെ. ഇപ്പോൾ ട്രാം മറ്റേ റെപ്റ്റൈൽ ഏരിയയിൽ നിർത്തിയിരിക്കുക. ഇവിടെ നമുക്ക് ഇറങ്ങാം, റെപ്റ്റൈൽസിനെ കാണാം. അത് കഴിഞ്ഞിട്ട് ട്രാമിൽ വീണ്ടും തിരിച്ചു കയറാം. എൻ്റെ അമ്മേ, അവൻ്റെ സൈസ് നോക്കി. ദേ ഇവിടെ ഒരു മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ട്രാം എടുത്തോണ്ട് വേണ്ട. ഇവിടെയാണ് നമ്മൾ ആദ്യം പോയ സഫാരിയില്ലേ, ആ സഫാരി നമ്മൾ ബസ്സിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടിറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലയൺസിനെ കണ്ടു, ഇതെല്ലാം കണ്ടു. അതേ എലിഫൻറ്റ് ദേ നമ്മൾ നിൽക്കണത് ഇവിടെ. റെപ്റ്റൈൽസിനെ കണ്ടു. ഇനി ട്രാം വരും, തിരിച്ചു കൊണ്ടുപോകും. അതേ ഒരു ട്രാം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുന്നേക്കെ കണ്ടിട്ടുള്ള പല സ്ഥലത്തും കണ്ട പോലത്തെ തന്നെ ഒരു മൃഗശാലയാണ്. അത്ര എക്സ്ട്രീംലി സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. ഇതുപോലെ സാധാ എല്ലാ മൃഗശാലയിലും കാണുന്ന പോലത്തെ മൃഗങ്ങളും ആക്ടിവിറ്റികളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വരാം, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കാം. സമയവും ഇല്ല പൈസയും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് അടിച്ച് കണ്ടു വന്നു. ട്രാം ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. ഇപ്പൊ നോക്കിയാൽ ഇവിടെ പൂരത്തിന്റെ ജനങ്ങളാ, ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാണ്ട് തീർക്കാം. ഇപ്പൊ നോക്കിയാൽ ട്രാമിലൊക്കെ വരി നിന്ന് മടുക്കും. നല്ല തിരക്കാ, ചില്ലറ തിരക്കല്ലട്ടാ. 10:30 ആയിട്ടുള്ളോ. നമ്മളിവിടെ തുടങ്ങിയ ഒരു 9 മണി കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ 10:30 ആയപ്പോഴേക്കും പൂരത്തിന്റെ ജനങ്ങൾ. നമ്മളെ കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് വിൻ വണ്ടേഴ്സിലേക്ക് പോകണ്ടേ. അവിടെ മെയിൻ സംഭവം അതാണ്, മറ്റേ അമ്യൂസ്മെന്റ് പാർക്കാണ്. മറ്റേ റോളർ കോസ്റ്ററും റൈഡുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള ഐറ്റമാണ്. ഇവിടെ നിന്ന് പുറത്തുനിന്ന് അങ്ങോട്ട് ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ് കിട്ടും, ഫ്രീ സർവീസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാം. ഇതേ കണ്ട ആൾക്കാർ കയറാൻ മാതിരി നിൽക്കണത്. നമുക്കിത് എക്സിറ്റ്. ഇനി നമ്മൾ നേരെ ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലേക്ക് പോകുന്നു, വിൻ വണ്ടേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കാലത്ത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലമില്ലേ, അതിൻ്റെ സൈഡിലാണ് ബസ്സുകൾ കിടക്കുന്നത്. ആ ബസ്സുകളല്ല, അതായത് ഈ ഷെഡിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടിൽ വണ്ടി വരും. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് വിൻ വണ്ടറിലേക്ക് പോകാം. ഇത് ഇവിടെ ബസ് വരണ സമയം എഴുതിയിട്ടുണ്ട്. അതെ ഇവിടെ സൈഡിലൊരു പുള്ളി നിൽക്കുന്നുണ്ട്. ആൾ നമ്മളോട് ചോദിക്കും എങ്ങടാ പോകേണ്ടതെന്ന്. അപ്പോൾ വിൻ വണ്ടേഴ്സിലേക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്തോളം പറയും. ഓക്കെ, അപ്പോൾ ബസ് വന്നു. 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ബസ് വന്നു. ഇത് നമ്മൾ മറ്റേ സഫാരിക്ക് പോയ പോലത്തെ ബസ്സാണ്. ഇത് ഫ്രീ ആണ് കേട്ടോ, ഇതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ബസ് എടുത്തു. ഇനി ഇത് നേരെ നമ്മളെ വിൻ വണ്ടറിൽ കൊണ്ടുപോയി ഇറക്കും. അപ്പോൾ നമ്മളെ ബസ് ഇതേ ഇവിടെ കൊണ്ടിറക്കി. ഇതേ സംഭവം കണ്ട, ഇതിൻ്റെ ചുറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ട, ഒരു പ്രത്യേക ശൈലിയിലല്ല ഉണ്ടാക്കിയിരിക്കണത്. ഇതാണ് വിൻ വണ്ടേഴ്സ്, ഫുക്കോ വിൻ വണ്ടേഴ്സ്, പാവങ്ങളുടെ ഡിസ്നി ലാൻഡ് എന്നാണ് പറയുന്നത്. ഇതേ കണ്ടില്ലേ, ആ ഡിസ്നി ലാൻഡിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു ടവറില്ലേ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറട്ടെട്ടാ. ആൾക്കാർ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇവിടെ ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ ഫുഡ് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളതും കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഇനി നമ്മുടെ നേരത്തെ കാണിച്ച വൗച്ചറില്ലേ, ഇതിവിടെ കാണിച്ചു കൊടുക്കാം. താങ്ക് യു. നമ്മുടെ മോനെ സാധനം നോക്കിയത് ഇതാ തന്നെ ഡിസ്നി ലാൻഡിൻ്റെ സംഭവമില്ലേ, വെറുതെ ഇല്ല. എൻട്രൻസ് കയറി വരുമ്പോഴത്തേ കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്ട്രീറ്റാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. 2 സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ബിൽഡിങ്സാ, ഡിസൈൻസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സെറ്റപ്പ്. ഇവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഈ വിൻ വണ്ടേഴ്സിന്റെ ആ ടവർ കാണാം, മറ്റേ ഡിസ്നിലാൻഡ് ടവർ ഇല്ലേ, അതുപോലത്തെ ഐറ്റം. എന്റെ മോനെ കണ്ടാ, സാധനം കണ്ടാ, കാണുമ്പോൾ തന്നെ ഒരു മനസ്സൊരു സന്തോഷം. ഇനി എങ്ങനെ പോവും, എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിലാണ് ഒരു കൺഫ്യൂഷൻ. എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് അറിയില്ലല്ലോ. റോളർ കോസ്റ്ററൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തിക്കുന്നത് കാണാനില്ലേ. ഇതിന്റെ പുറകിലൊരു ജയന്റ് വീല് കണ്ട, അതും തിരിയണമെന്ന് കാണാനില്ലേ. എന്താണോ, എപ്പോഴാണോ ഇതിൻ്റെ പരിപാടി? സമയമുണ്ടല്ലോ, നമ്മൾ അന്വേഷിച്ച് നോക്കട്ടെ. ഇതണ്ട ഫുള്ള് സെറ്റപ്പാ.
എൻ്റെ മോനെ എനിക്ക് സന്തോഷം കൊണ്ട് ഇതെന്തായാലും മിസ്സാക്കാണ്ട് പാട്ടാ എല്ലാവരും. കിടില സാധനം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇതാട്ടാ, എന്ത് ഇവിടുത്തെ വ്യൂ. ഇതിൻ്റെ സൈഡിൽ കൂടി ആയിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ, ദ ഗേറ്റ് വേ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നമുക്ക് വൗച്ചർ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത പാക്കേജിൽ ഇവിടെ എത്രയാ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ലഞ്ച് കഴിക്കാം കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ 11 മണിയായിട്ടുള്ളൂ. ഒരു ലഞ്ച് കഴിക്കുന്ന സമയമാകുമ്പോൾ വന്നാൽ മതി. അപ്പോൾ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ലഞ്ച് കഴിക്കുമ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടികൾ നോക്കാം. ഇതേ നമ്മൾ ഒരു റൗണ്ട് അടിച്ച് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പിന്നിലേക്ക് വന്നു. ഇതാണ് അവിടെ നിന്ന് കണ്ട നമ്മളെ ഡിസ്നി ലാൻഡിൻ്റെ ആ കവാടല്ലേ അത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്ത് പരിപാടി ഉണ്ട്. ഡ്രാഗൺ സ്പെൽ എന്നാണ് എഴുതി വെച്ചേക്കണത് ഫോട്ടോ നോക്കിയിട്ട്. നമ്മുടെ കയ്യിൽ ഫാസ്റ്റ് പാസ് ഒന്നും ഇല്ല. എൻട്രൻസ് ഇരുട്ട്. ഇതുണ്ടാ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നുമില്ല, ഇതൊരു വണ്ടിയിലേ അവിടേക്ക് എത്തി നമ്മൾ. ചെറിയൊരു റോളർ കോസ്റ്റർ പോലെ. ഡ്രാഗൺ സ്പെല്ലിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയുള്ളൂ. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ട്രെയിൻ പോലെ ഇങ്ങനെ ഇരുട്ടത്തിൽ കൂടെ നമ്മൾ കൊണ്ടുപോകും. ഇങ്ങനെ സ്ക്രീനിൽ കുറേ 3D ഡ്രാഗൺസിനെ ഫൈറ്റ് ചെയ്യണ പോലെ ഇങ്ങനെയൊക്കെ കാണിക്കും, അത്രേ ഉള്ളൂ. പിള്ളേർക്കുള്ള സംഭവമാണ്. ഒരു 10 മിനിറ്റിൻ്റെ പരിപാടി. കയറിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോട്ടെ. അപ്പോൾ ദേന അഡ്വഞ്ചർ വേൾഡ്, ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാം. ഇതാണ് മെയിൻ ഏരിയ. ഇതിനകത്താണ് എല്ലാം ഉള്ളത്. ഏത് റൈഡുകൾ. ഇത് തിരിയണില്ലാണാവോ? ഇത് തിരിയുണ്ടിട്ടാ, പതുക്കെ തിരിയണുള്ളോ. പതുക്കെ പോയിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാർ ഇരിപ്പുണ്ട്. വളരെ പതുക്കെ അത് തിരിയണേ. ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് വായിച്ചൊന്നും മനസ്സിലാവില്ല. ആമസോൺ വോൾക്കാനോ, ദ റാത്ത് ഓഫ് സിയൂസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കണേ. എന്തായാലും വലത്തോട്ട് നമ്മൾ പോയി. അതായത് എൻട്രൻസ് കടന്നിട്ട് നേരെ വലത്തോട്ട് തിരിഞ്ഞു. ഇവിടെ എന്തുട്ടാ എല്ലാവരും അലറി വിളിക്കണൊക്കെ കേൾക്കാണ്ട്. ഇതാണ് ആമസോൺ വോൾക്കാനോ. എന്താ സംഭവം എന്നറിയില്ല. കയറി നോക്കാം. ഇതിനകത്ത് നമ്മുടെ ബാഗെല്ലാം പുറത്ത് വയ്ക്കണം. റോളർ കോസ്റ്ററാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കയറാം. ക്യാമറയും ഫോണും ഒന്നും കയറ്റാൻ പറ്റില്ല. എല്ലാം ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം പോവാൻ. ഇതായിരുന്നു ഇപ്പൊ കയറിയ സാധനം. ഇതിങ്ങനെ കുറെ ദൂരത്തിൽ കൂടെ പോകും. ഞങ്ങളെ പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ ഓടിച്ചോടിച്ചിട്ട് അവസാനം ഈ വെള്ളത്തിൽ ചാടുക. അപ്പൊ സംഗതി മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഇവിടെ വേറൊരു സാധനം കണ്ടത്, ഈഗിൾ ബാരിയർ. എന്തുട്ടാന്ന് കയറി നോക്കട്ടെ കേട്ടാ. ഇരുട്ടാണല്ലോ ഉള്ളില്. ഒരാൾ വരുന്നുണ്ട്. ഇതെന്തുട്ടാന്ന് മനസ്സിലാവണല്ലേ. എൻ്റെ മോൻ ഇതെങ്കടാ കുറെ കൊറിഡോർ ഇങ്ങനെ തലങ്ങും പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൾക്കാരുണ്ട് ഭാഗത്തിന്. എന്താ നിലത്ത് നോക്കി. ഇതുണ്ടോ ചുറ്റിലും. ഇവിടെ എൻട്രൻസ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തുട്ടാന്ന് നോക്കട്ടെട്ടാ. ഇത് നമ്മൾ നേരത്തെ കയറിയ പോലെ എന്തെങ്കിലും സംഭവം തന്നെയായിരിക്കും. ഇവിടെ ആൾക്കാർ കുറെ നിൽക്കുന്നുണ്ട്. ഇതും ഒരു റോളർ കോസ്റ്റർ ആണ് കേട്ടോ. ഇതെന്തോ അണ്ടർഗ്രൗണ്ട് റോളർ കോസ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിലും ക്യാമറയും സാധനങ്ങളൊന്നും കേട്ടില്ലേ. എന്തായാലും ഞാൻ കയറി നോക്കട്ടെ എന്താ സംഭവം എന്ന് പറയാം. സാധനം നൈസാണ്. ബാഗ് ഇവിടെ വെക്കണം. എന്റെ മോനെ അത് പൊളപ്പ സാധനം. 10ൽ 15 ഞാൻ കൊടുക്കും. അങ്ങനത്തെ ഒരു റോളർ കോസ്റ്ററാണ് സാധനം. കിളി പറക്കും. അത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തി. അതിൻ്റെ എക്സിറ്റാണിത്. എൻ്റെ അമ്മോ രക്ഷയില്ല. ഈഗിൾസ് വിങ്സ്. ഇത് എക്സിറ്റാണ്. അപ്പുറത്താണ് അതിൻ്റെ എൻട്രൻസ്. അതിൽ കൂടെ കയറുക. ഈ സാധനം ഫുള്ള് അണ്ടർഗ്രൗണ്ട് ആണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഒരു രക്ഷയില്ല. ഞെട്ടും. എന്തായാലും ചെയ്യാം. വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതൊക്കെ റേസ്. ഇതെന്താണെന്ന് സംഭവം എന്നറിയില്ല. ഇത് ഇങ്ങനെ പറക്കണത്. ഇത് അതിൽ കയറി പറക്കാനാണെന്നുണ്ട്. ആൾക്കാരെല്ലാം പറക്കാൻ റെഡി ആയിരിക്കുകയാണ്. അവരെ പൊക്കി. ഇതാണ് സംഭവം. ഇത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കയറാം. അങ്ങനെ അവരെ കറക്കി താഴോട്ട് ഇറക്കി അടുത്ത റൗണ്ടിൽ ഞാനും കയറുന്നുണ്ട്. ആ സാധനം കുഴപ്പമില്ല. നമ്മളത് കണ്ടില്ല. അതിങ്ങനെ ഫ്ലൈറ്റിൽ പോണ പോലെ പൊക്കിയിട്ട് കറക്കും. അത്രേ ഉള്ളൂ. രസമുണ്ട്. ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ട് നമ്മളിങ്ങനെ വട്ടം ചുറ്റുമ്പോൾ രസമുണ്ട്. ഇനി അടുത്തത് നോക്കാം. റോളർ കോസ്റ്റർ. അതിൻ്റെ എൻട്രൻസ് എവിടെയൊന്നും മനസ്സിലാവണില്ല. ഇതാന്ന് തോന്നുന്നുണ്ട്. ദ റാത്ത് ഓഫ് സിയൂസ് സാധനം. ആളുകളെ കലറി വിളിക്കുന്നുണ്ട്. ഇത് കണ്ട അടിപൊളി. ആൾക്കാർ മോളിക്ക് കയറിപ്പോണ്ട്. തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ടാ. നല്ല തിരക്കുണ്ട്. വരി. ഇതാണ് സംഭവം. ഇപ്പോൾ ഞാൻ കയറുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ കയറണമെന്ന് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇട്ട് റെഡി ആയിരിക്കുന്നുണ്ട്.
കണ്ട സാധനം പോണണ്ട. എങ്ങോട്ട് പോയി? ആ വരുന്നുണ്ട്. ഈ ഒരു ഐറ്റം എങ്ങനെയായിരുന്നു ഞാൻ പറയണ്ടല്ലോ, പൊളി. 10ൽ 100 കൊടുക്കും ഞാൻ. എൻ്റെ മോനെ കറങ്ങി തിരിഞ്ഞ് പൊളി സാധനം. എന്തായാലും എല്ലാവരും വന്ന് കയറുക. ഓ നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ട് നമ്മൾ കയറി വന്ന വഴി ഓർമ്മയുണ്ട്. നമ്മൾ ഇതിലേ കയറിയിട്ട് വലത്തോട്ട് എടുത്തിട്ടാണ് പോയത്. ഇനി വാട്ടർ റൈഡുകൾ ഇനി തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം. നമുക്ക് വൗച്ചർ ഉണ്ട്, ഈ ഫുഡ് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഇത് കണ്ട മാപ്പ്, ഇത് ചില്ലറയൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ഇതിലേ കയറി വലത്തോട്ട് എടുത്തു. ഇതാ ഈ റൈഡൊക്കെ കയറി ഇതിലേ പോയി ഇതാ ഇതിൽ നമ്മൾ കയറി തിരിച്ചിവിടെ എത്തി. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇത് കണ്ടു ഒരു ആമ, അങ്ങോട്ട് പോകണം. എൻ്റെ അമ്മ ഇവിടെ ഇത്രയും റൈഡുകൾ വേറെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതൊരു ലോഡുണ്ട്. ഏത് ചെക്കനീനയുടെ കൂടെ ഇപ്പുറത്ത് ഇതൊക്കെയാണ് വാട്ടർ റൈഡുകൾ ഈ സൈഡിലുള്ളത്. നമുക്ക് ഇപ്പുറത്ത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ആമേരെ അങ്ങോട്ട് പോയിട്ട് ഈ ഭാഗം കവർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഗേറ്റ് വേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാ. ഇവിടെ ആണ് ഫുഡുള്ളത്. വെരി ബഫേ ആണ്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ഇത് കണ്ടോ, ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. ഫുള്ള് നോൺ വെജാ. ഞാൻ എടുക്കത്തേട്ടാ, 2 കൈ കൊണ്ട് പറ്റണല്ലേ. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഫുള്ള് നോൺ വെജാണ്. ഇതേ നമ്മൾ സെക്കൻഡ് റൗണ്ട് അറ്റാക്ക് ഞങ്ങളത് എടുത്തിട്ടുണ്ട്. ഫ്രീ കിട്ടണതല്ലേ, അടിച്ച് കയറ്റന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3rd റൗണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നിർത്താമെന്നാണ് എനിക്ക് തോന്നണത്. സമയമില്ല കളയാൻ, ഞാൻ തീർക്കട്ടെ. ലഞ്ച് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ബൊഫേ ആയിരുന്നു, വാരി വലിച്ച് തിന്നാം. ഞാൻ 3-4 റൗണ്ടൊക്കെ പോയി തിന്നു. എന്നാൽ ടിക്കറ്റ് എടുത്തതിൻ്റെ പൈസ ലഞ്ചിൽ ഞാൻ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് പേടിക്കാനില്ല. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്കിനി നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ കര റൈഡുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വാട്ടർ റൈഡ് ഉണ്ട്. പിന്നെ അതൊരു മ്യൂസിയം പോലെ എന്തോ സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയൊരു ആമയുടെ ഷേപ്പിൽ അത് ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലാണ്. സമയമില്ല, അവിടെ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം. അമ്മോ, ദേ നമ്മൾ എത്തി. കുറച്ചൊക്കെ നടന്നപ്പോഴേക്കും സാധനം കാണാട്ടാ. ഇത് വലിയൊരു ആമ, അടിപൊളി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഇത് ഞാൻ ഏതോ ഒരു റീലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. പക്ഷെ ഇത് ഇവിടെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ആകാശത്ത് കയറുന്ന ആ സാധനമില്ലേ, ആ ഊഞ്ഞാല്, അതുമ്മ കയറിയപ്പോണ്ട് ഇതേ ഭൂമിയിലൊരു ആമ. അങ്ങനെയാണിത് ഞാൻ കണ്ടുപിടിച്ചത്. സാധനം കൊള്ളാം. ഈ ആമയുടെ താഴെ കൂടെ ഉള്ളിലോട്ട് കയറാം. എൻട്രൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ ഉള്ളിൽ കയറി നോക്കാം. ദ സീഷൽ എന്നാണ് ഇത് എഴുതി വെച്ചേക്കണേ. എന്താണ് സീഷൽ എന്ന് നമുക്ക് നോക്കാം. ഓ, ഇതൊരു അക്വേറിയാണ്. അക്വേറിയം. ഓ, ഇപ്പൊ കയറാം. എൻ്റെ മോനെ, തിരക്ക് നോക്കിയേ. ഇതേതാ തിരക്ക്. ഓ, ഇതിനകത്തൊരു ഷോ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു ടാങ്കിനകത്ത് സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സും മറ്റേ മത്സ്യകന്യകന്മാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതാണ് ഇത്ര തിരക്ക്. ഇതൊരു വലിയൊരു ഓഡിറ്റോറിയം പോലത്തെ സെറ്റപ്പാട്ടാ. ഈ ഷോ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് മുന്നിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് മറക്കാണ്ട് കാണുക. വേറെ ലെവല് സാധനം. ഇത് ഇത്രയും നേരം ഇവന്മാര് ശ്വാസം അടക്കി പിടിച്ച് ഈ ടാങ്കിനകത്ത് കിടക്കുക. ഈ മത്സ്യകന്യകനും കന്യകമാരും അവര് ഫുള്ള് ഇതിനകത്ത്, വെള്ളത്തിനകത്ത് ഡാൻസ്, പാട്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ. സ്ക്യൂബ ഡൈവേഴ്സ് അവരുടെ ചുറ്റും ഇങ്ങനെ നീന്തി നടക്കണം കാണാം, മീനിന് തീറ്റ കൊടുത്ത്. വേറെ ലെവല് സാധനം. ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. അതൊരു ഷോയാണ്. ഒരു മണിക്കൂർ നേരം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊരു അക്വേറിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഈ ഷോ നടക്കുന്നത് മുന്നിലത്തെ മെയിൻ വാട്ടർ ടാങ്കില്. കണ്ടല്ലോ, വാട്ടർ ടാങ്ക് പറഞ്ഞാൽ ചില്ലറ സാധനമല്ല. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൂടെ ഉള്ളിലേക്ക് കയറാം. അവിടെ ഇങ്ങനെ അക്വേറിയം ഉണ്ടാവും. അതായത് മീനുകളെ ഇട്ട് വെച്ചിട്ടുണ്ടോ, പലതരം മീനുകൾ. നമുക്ക് അതൊക്കെ നോക്കി ഒരു റൗണ്ട് അടിച്ച് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഗ്ലാസ് ട്യൂബുകൾ ഉണ്ട് ഈ അക്വേറിയത്തിന്റെ ഉള്ളിൽ കൂടെ. അതായത് നമ്മൾ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ നടക്കും. അതിന്റെ ചുറ്റും ഇങ്ങനെ മീൻ അടഞ്ഞ് നടക്കും, നീന്തി നടക്കും. അങ്ങനത്തെ സെറ്റപ്പ്. നമ്മൾ ടണലിലെത്തി. എന്റെ പോലെ ഇത് നോക്കിയേ, ഷാർക്കുകൾ നമ്മളെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോകും. നൈസ് സാധനം. ഈ ടണല് ഇങ്ങനെ കുറെ ദൂരം കിട്ട ടണല്. ഇതിനുള്ളിൽ ഫുള്ള് ഷാർക്കുകളാണ്. പൊളി. അപ്പൊ ഇതാണ് സംഭവം. കണ്ടില്ലേ? ഇതെന്തായാലും വന്ന് കാണേണ്ട ഒരു സംഭവട്ടാ. ഏതാ ലെവല്. ഞാൻ ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നിപ്പോ. വേറെ ലെവല് സാധനം, ഒന്നും പറയാനില്ല. അങ്ങനെ വൻ പരിപാടി കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി.
ഒരേ പോളി സാധനം മസ്റ്റ് വിസിറ്റ്. ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ ഞാനുണ്ടല്ലോ ആകാശത്തൂടെ പറക്കണ റോളർ കോസ്റ്റർ കയറിയപ്പോഴാണ് താഴത്തൊരു ആമ അങ്ങനെ വെച്ച് പിടിച്ചെങ്കിട്. ഈ സാധനം ഞാൻ പണ്ട് റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. സാധനം വർത്ത്, ഒന്നും പറയാനില്ല. ആ പെർഫോമൻസ് ഉള്ള ടൈമിൽ തന്നെ നിങ്ങൾ വരാം, ഒരു മണി ആ ഒരു ടൈം കഴിയുമ്പോൾ. ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് തന്നെ പറയാം, വേറെ ലെവൽ. നമ്മുടെ ഈ വാട്ടർ റൈഡുകളുള്ള സ്ഥലം ടൈഫൂൺ വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കയറട്ടെ. ആസ് യൂഷ്വൽ ജസ്റ്റ് ലൈക്ക് ഇനി അതോ വാട്ടർ തീം പാർക്ക്. ഒന്നും പ്രത്യേകിച്ച് അടിപൊളി സംഭവം തന്നെ. കണ്ട ഇവിടെ ബീച്ച് പോലെ മണലൊക്കെ ഇട്ടിട്ട് ബീച്ചാക്കിയിട്ടുണ്ട്. ഇതേ കണ്ട, ഈ ഒരു സെക്ഷൻ കണ്ട ബീച്ചാണല്ലേ തോന്നുള്ളൂ, പക്ഷെ ഇത് ബീച്ചല്ല, ഇത് ഇവരുടെ പാർക്കാണ്. ഇതാണ് സംഭവം. അല്ല, ഇതൊരു റൈഡ്, ഇതുപോലെ കുറേ ഉണ്ട് ഇവിടെ. ഒരുപാട് റൈഡ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്നാലും തീരാത്തത്ര ഐറ്റംസ് ഉണ്ട്. ഇന്ന് നമ്മൾക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, കാലത്ത് നമ്മൾ മറ്റേ സഫാരിക്ക് പോയി മൃഗശാലയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൻ വണ്ടേഴ്സിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വാട്ടർ തീം പാർക്കിലേക്ക് വന്നത്. ഈ വാട്ടർ തീം പാർക്ക് വിൻ വണ്ടേഴ്സിനുള്ളിൽ തന്നെയാണ്. അതായത് മറ്റേ കരയിലുള്ള റൈഡുകളും വെള്ളത്തിലുള്ള റൈഡുകളും രണ്ടും കൂടി വിൻ വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃഗശാല പോകാൻ താല്പര്യമില്ലാത്തവർ വേണമെങ്കിൽ അത് ഒഴിവാക്കിക്കോ. കാലത്ത് തന്നെ വിൻ വണ്ടേഴ്സിലേക്ക് വരിക. കാലത്ത് ലഞ്ചിന് മുന്നേ കരയിലുള്ള റൈഡുകളെല്ലാം കയറുക. അത് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള റൈഡുകൾ കയറുക, ആർമാദിക്കുക, വൈകുന്നേരം തിരിച്ചു പോവുക. വാട്ടർ സ്ലൈഡ് കാരണം എന്തായാലും കാണിക്കാൻ പറ്റില്ല, അത് ലോക്കറിൽ ബാഗും ഫോണും വെച്ചിട്ട് ആണ് ഉള്ളിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് വിൻ വണ്ടേഴ്സ്. മറ്റേ വാട്ടർ റൈഡുകളും പിന്നെ മറ്റേ റൈഡുകളും റോളർ കോസ്റ്റർ ആ സംഭവങ്ങളൊക്കെ ആയിട്ട് വൺ ഡേ പൊളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അങ്ങനെ വാട്ടർ പാർക്ക് കയറിയ വഴി തന്നെ നമ്മൾ പുറത്തിറങ്ങുക. ഇതും കൂടി കഴിഞ്ഞാൽ വിൻ വണ്ടേഴ്സ് നമ്മൾ പൂർത്തിയായി. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മൾ കയറി വന്ന വഴി തന്നെ പോകേണ്ടത്, നേരെ അങ്ങോട്ട് പോവാം. ഇതേ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട്. ഇത് കണ്ട, ഞാൻ പോവാൻ നിന്നപ്പോഴാ ഈ ഒരു പരിപാടി ഇവിടെ കണ്ടത്. ഇപ്പൊ പോയെങ്കിൽ ഇത് മിസ്സായനെ. കിടിലൻ. ഇതെന്താ, ഇവര് ഡാൻസ് കളിക്കുക, ചുമ്മാ റാൻഡം ആയിട്ട് ഡാൻസ് തുടങ്ങിയതാ. നമ്മള് ഡിസ്നി ലാൻഡിന്റെ വീഡിയോ സഫാരിയിൽ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോ അറിയായിരിക്കും. ഈ ഡിസ്നി ലാൻഡിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഡാൻസ് പ്രോഗ്രാം നടക്കും റാൻഡം ആയിട്ട്. അതുപോലെ ഇവിടെ ഉണ്ട്. ഞാൻ പോവാൻ നിന്നതായിരുന്നു, പെട്ടെന്ന് അത് കണ്ടത്. ഏതായാലും അതും കൂടി കണ്ടിട്ട് പോവാം നമുക്ക്. അപ്പം നമ്മുടെ വിൻ വണ്ടേഴ്സ് എക്സ്പ്ലോറേഷൻ ഇവിടെ കഴിയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. പുറത്തേക്ക് ഇറങ്ങട്ടെ. പോവാൻ തോന്നണില്ല, എങ്കിലും നമുക്ക് പോയിട്ട് വേറെ പണികളുള്ളതുകൊണ്ട് ഇറങ്ങാണ്ട് വേറെ വഴിയില്ല. ബൈ ബൈ. ഇനി അവിടെ ഗ്രാബ് ഉണ്ടാവും, നമ്മൾ ഗ്രാബ് വിളിക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് ഫൊക്കോയിലെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഗ്രാൻഡ് വേൾഡ് എന്ന സ്ഥലത്തേക്കാണ്. പക്ഷെ ഈ വീഡിയോ ഞാൻ വിചാരിച്ചതിലധികം നീണ്ടുപോയി. നമ്മുടെ സഫാരിയും വിൻ വണ്ടറും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നേരമായി. അപ്പോൾ ഗ്രാൻഡ് വേൾഡിലെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. സ്റ്റേ ട്യൂൺ.